ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നല്ല ചൂട്. അപ്പം നാട്ടിലൊക്കെ ഇപ്പോഴെന്ന് വെച്ചാൽ ഈ ഒരു ഏപ്രിൽ മാസം എന്ന് പറയുന്നത് ഉത്സവത്തിൻ്റെ കാലമാണ്. പ്രത്യേകിച്ചിട്ട് പൂരം എന്ന് പറയും. എനിക്ക് തോന്നുന്നു കണ്ണൂർ, കാസർഗോഡ് മാത്രമൊക്കെയാണ് പൂരം എന്നുള്ള ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പൂരവും അതുപോലെ പൂരക്കളി, പൂരവേല, അങ്ങനെയൊക്കെ പൂവിടലെന്നൊക്കെ ചില നാടുകളിൽ പറയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചിട്ട് കണ്ണൂർ, കാസർഗോഡ് അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പൂരോത്സവം എന്നുള്ളൊരു വലിയൊരു ഉത്സവമായിട്ടാണ് വേറെ പല രീതികളിലൊക്കെ ആഘോഷിക്കപ്പെടുന്നത്. അപ്പം നമ്മുടെ നാട്ടിലെ ഉത്സവം എന്ന് വെച്ചാൽ 9 ദിവസമാണ് കേട്ടോ പൂവിടുന്നത്. പൂവിടൽ എന്ന് പറഞ്ഞാൽ ജടപ്പൂ എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടാനുണ്ട് നാട്ടിൽ. അപ്പോൾ അത് പല നാടുകളിൽ ഇനി എന്ത് പേരാണെന്ന് എനിക്കറിയില്ല. അതുപോലെ 9 ദിവസവും 9 പൂക്കളൊക്കെ വെച്ചിട്ട് ഇടുന്ന ഒരു ചടങ്ങാണ്. പ്രത്യേകിച്ചിട്ടെന്ന് വെച്ചാൽ കണ്ണൂർ ഡിഫറെൻ്റാണ്, കാസർഗോഡും ഡിഫറെൻ്റാണ്. അത് ഞാൻ പറയാൻ കാരണം ഞാൻ കണ്ണൂരും ഹസ്ബൻഡ് കാസർഗോഡും ആയതുകൊണ്ട് നമ്മൾ രണ്ട് റിലേറ്റഡ് ആയിട്ട് വേണമല്ലോ പറയാൻ. ഒരു നാടിൻ്റെ മാത്രം പറഞ്ഞു പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ കണ്ണൂരത്തെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ 9 ദിവസമാണ് കാസർഗോഡായാലും കണ്ണൂരായാലും പൂ ഇടുന്നത്. പൂടെന്ന് പറഞ്ഞാൽ പൂരത്തിന് പൂവിടൽ. പ്രത്യേകിച്ച് ഋതുമതികൾ ആവാത്ത, അതായത് ആ ഒരു കുഞ്ഞുങ്ങളാണ്, പ്രായപൂർത്തിയാവാത്ത കുഞ്ഞുങ്ങളാണ് പൂവിടാൻ വേണ്ടിയിട്ട് ഒരുക്കി നിർത്തുന്നത്. ഇത് അമ്പലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ 9 ദിവസം വരെ കുഞ്ഞുങ്ങൾ ഇതുപോലെ പോയിട്ട് അവിടെ നിന്നിട്ടൊക്കെയാണ് പൂവിട്ട് കൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് പൂരം എന്ന് പറയുന്ന ഒരു ഉത്സവം, 9ാമത്തെ ദിവസമാണ് പൂരോത്സവം ആഘോഷിക്കുന്നത്. അന്ന് ഇതുപോലെ നമ്മൾ വലിയ രീതിയിൽ കാമന, നമ്മുടെ കണ്ണൂർ എന്ന് വെച്ചാൽ ചാണകത്തിൽ ഇതുപോലെ ഉണ്ടകളൊക്കെ ആക്കിയിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ആചാരമാണ് കണ്ണൂർ. കാസർഗോഡ് അതുപോലെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ പലതരം പൂക്കളുണ്ട്. പാലപ്പൂവ്, അതുപോലെ മുരിക്കിൻ പൂവ്, പാലപ്പൂ, മുരിക്കും പൂവ്, ചെമ്പകപ്പൂ, ഇതൊക്കെ പ്രധാനമായിട്ട് വേണ്ടുന്ന പൂക്കളാണ്. പക്ഷെ നമ്മളീ പറയാറുണ്ട് ലാസ്റ്റ്, അതായത് നമ്മുടെ മലയാള മാസം ലാസ്റ്റ് മീനത്തിലാണ്. അപ്പോൾ ഈ മീന ലാസ്റ്റൊക്കെ ആകുമ്പോൾ നാട്ടിലൊക്കെ പറയും തൊണ്ടിപ്പൂരം എന്ന് പറയും. ആ ഒരു പൂരം ആകുമ്പോൾ ഏകദേശം പൂക്കളൊക്കെ ഇങ്ങനെ കരിഞ്ഞുണങ്ങുന്ന ഒരു സമയമായതുകൊണ്ട് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും അതെവിടെ ആയാലും പോയി സംഘടിപ്പിച്ച് അതൊക്കെ ഒരു കാലമാണ്. ഒരു എന്താ പറയുക, അതിൻ്റെയൊക്കെ ഒരു വൈബ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. നമ്മൾ ഇന്നെന്ന് വെച്ചാൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും കിട്ടുന്നില്ല. കാരണം പലരും പല നാട്ടിൽ, ഇപ്പോൾ എൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ എൻ്റെ മോക്ക് ഞങ്ങൾ 2021 ഇവിടെ എത്തിയെങ്കിലും 20ലാണ് ഞങ്ങൾ വന്നത്. 20 വന്നെങ്കിൽ അന്ന് ഞങ്ങൾ ആഘോഷിച്ചില്ല. പക്ഷെ 21 ആഘോഷിച്ചില്ല. 22ലാണ് ഞങ്ങൾ മോളുടെ പൂരം, അതൊരു ചടങ്ങ് എന്നുള്ള രീതിയിൽ ആഘോഷിച്ച് പോയതായിരുന്നു. പക്ഷെ ഇവിടെയില്ല അഡ്ജസ്റ്റ്മെൻറ്റ് പൂക്കൾ, അതായത് മുരിക്കും പൂവില്ല, പാലപ്പൂവില്ല, ചെമ്പകപ്പൂവില്ല, ഒന്നും കിട്ടിയില്ല അന്ന്. ഉള്ള എന്തൊക്കെയോ പൂക്കളും അതുപോലെ കുറച്ച് പൈസയൊക്കെ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള ഒരു പൂക്കളൊക്കെ വെച്ചിട്ടാണ് അന്നത്തെ ഒരു പൂര കാലം ആഘോഷിച്ചത്. അപ്പോൾ എൻ്റെയൊക്കെ കാലം എന്ന് വെച്ചാൽ ഞാൻ ഋതുമതി ആവുന്ന ആ ഒരു സമയം വരെ പൂരം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മോളുടേത് ചെറിയൊരു ആഗ്രഹപ്രകാരം മാത്രമാണ് ഞങ്ങൾ നടത്തിയത്. പെൺകുഞ്ഞുങ്ങളുള്ളൊരു വീട്ടിൽ നടത്തേണ്ട പ്രധാനമായിട്ടുള്ള ഒരാഘോഷമാണ് പൂരം എന്ന് പറയുന്നത്. പൂരത്തിൻ്റെ പല ഐതിഹ്യങ്ങളുണ്ട്. അതായത് ശിവൻ്റെ തപസ് മുടക്കാനായിട്ട് കാമദേവൻ തപസ്സിയായിട്ടുള്ള ശിവൻ്റെ തപസ് മുടക്കാനായിട്ട് കാമദേവൻ അമ്പെയ്തിട്ട്, അതുപോലെ ആ ഒരു ദേഷ്യത്തിൽ ശിവൻ 3-ാം തൃക്കണ്ണ് കൊണ്ട് കാമദേവനെ ചുട്ട് ചാമ്പലാക്കിയ ആ ഒരു കഥയൊക്കെയാണ് പല രീതികളിൽ വരുന്നത്. പക്ഷേ ഇതിനോടനുബന്ധിച്ചിട്ടാണ് ഒരുപാട് സ്റ്റോറികൾ വെറൈറ്റി, അതായത് പലതരത്തിൽ ആൾക്കാർ പറയുന്നുണ്ട്. ഒരു കഥ ഇതാണെങ്കിൽ വേറെ മറ്റു പലർ ശിവനുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അതിൽ കുറേയൊക്കെ വ്യത്യാസത്തിൽ അങ്ങ് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ചെറിയ അറിയുന്ന ഒരു കാര്യമാണ്, തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ചിലപ്പോൾ ഇത് കേൾക്കുന്ന പല ആൾക്കാരും ഉണ്ടാവുമായിരിക്കും ഇതിനേക്കാൾ നന്നായിട്ട് അറിയുന്ന ആൾക്കാർ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു പൂരക്കഞ്ഞി ഉണ്ടാക്കിയിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ടാണ്. ഞങ്ങൾ പൂരമൊന്നും ആഘോഷിക്കുന്നില്ല. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പൂരം ആഘോഷിക്കുമ്പോൾ, അപ്പോൾ ഈ കാമദേവൻ തപസ് മുടക്കിയതിൻ്റെ ഇതായിട്ടാണ് ശിവൻ ശപിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ രതി, അപ്പോൾ തപസ് മുടക്കിയിട്ടുള്ള കാമദേവനെ നിഗ്രഹിക്കാനായിട്ട് ശിവൻ തൃക്കണ്ണുകൊണ്ട് ദഹിപ്പിക്കുന്ന ഒരു സ്റ്റോറിയുണ്ട്. പിന്നെ ഇതോടനുബന്ധിച്ചിട്ട് തന്നെ പിന്നെ നമ്മുടെ രതി ദേവിയും മറ്റ് കന്യകമാരും
പ്രാർത്ഥിക്കുകയാണ് ശിവനോട്. കാരണം കാമദേവനെ തിരിച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് കാമദേവന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒരുക്കി വെക്കുന്നതെന്നുള്ള ഒരു ആചാരമൊക്കെ ഉണ്ട്, ഒരു കഥകളൊക്കെ കെട്ടുകഥകളൊക്കെ ഉണ്ട്. പലതരത്തിലാണ് പല ആൾക്കാർ പറയണത്. അപ്പോൾ ഞങ്ങൾ നാട്ടിലെന്ന് വെച്ചാൽ പൂരക്കഞ്ഞി വെക്കും. സാധാരണ പൂരക്കഞ്ഞി ഞാനിപ്പോൾ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ പലതരത്തിലുള്ള പൂരക്കഞ്ഞികൾ കാണാറുണ്ട്. ഞങ്ങൾ പറഞ്ഞാൽ അന്ന് വെല്ലമൊന്നും ഇടാതെ കഞ്ഞി വെക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ നിങ്ങൾക്കും കൂടി അതൊന്ന് ഷെയർ ചെയ്യാമെന്ന്. എൻ്റെ ഒരു പൂരക്കാലത്തിലോട്ട് ഞാനങ്ങ് പോയി. അപ്പോൾ ഒരുപാട് വെറൈറ്റികളുണ്ട്. നമ്മുടെ കാസർഗോഡാണെങ്കിലെന്ന് വെച്ചാൽ പൂരനെ കാമദേവനെ ശരിക്കും ഉണ്ടാക്കും. പലതരം പൂക്കൾ കൊണ്ട് വെച്ചിട്ട് അലങ്കരിച്ചിട്ട് കാമദേവനൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പൂരക്കഞ്ഞി കണ്ടാലോ? അപ്പോൾ അതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ കാണാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ടുള്ള പ്രചോദനം എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് പൂരക്കഞ്ഞി കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്ക് പൂരക്കഞ്ഞിയുടെ പാചകത്തിലോട്ട് പോയാലോ? അപ്പോൾ ഞാൻ ഇപ്പോഴെന്ന് വെച്ചാൽ പച്ചരി ഒരു 10 മിനിറ്റ് ജസ്റ്റ് ഒന്നിങ്ങനെ കുതിർത്ത് വെച്ചതാണ്. അത് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ കുക്കറിലിട്ട് വേവിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ മൺചട്ടിയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങനെ പൊത്തിയിട്ട് വേവിക്കുന്നതാണ് നാട്ടിലൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഇപ്പോൾ നമുക്ക് അതുപോലെ ചട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് എളുപ്പപ്പണിയായിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ 3 വിസിലൊക്കെ അടുപ്പിക്കുന്നു. എന്നിട്ട് നമ്മൾ വീണ്ടും തിളപ്പിക്കുകയാണ്. അപ്പോൾ ശരിക്ക് പാകം എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. നമ്മൾ കുക്കറിൽ അടിക്കാൻ പാടില്ല. സാധാരണ നമ്മൾ ചട്ടിയിലൊക്കെ ഇട്ടിട്ട് വേണം പച്ചരി വേവിക്കാൻ. അപ്പോൾ ഞാൻ ഇച്ചിരി എളുപ്പത്തിന് വേണ്ടിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതുകൊണ്ട് കുറച്ച് അധികം പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടുന്നുള്ള ഒരിതിലാണ് കുക്കറിൽ ഇപ്പോൾ ഒരു 3 വിസിലൊക്കെ അടുപ്പിച്ചത്. അതിനുശേഷം നമ്മൾ സാധാരണ വെള്ളമാണ് പിന്നെ ഒഴിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ചിലവർ പാലിലൊക്കെയാണ് കേട്ടോ ഇത് വേവിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ പശുവിൻ പാല് ഇതിലോട്ട് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം പശുവിൻ പാല് കൂടാതെ തേങ്ങാപ്പാലൊക്കെയാണ് പലരും എടുത്ത് ഒഴിക്കാറ്. പക്ഷെ നമുക്കിപ്പോൾ തേങ്ങാപ്പാലൊന്നും ഇല്ല. തേങ്ങയ്ക്കൊക്കെ നല്ല വില ആയതുകൊണ്ട് തേങ്ങാപ്പാലൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഒരു പശുവിൻ പാൽ അതുപോലെ കൊട്ടപ്പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ പഴം അരിഞ്ഞിട്ട് ഇടാറുള്ളൂ. പഴം എന്ന് വെച്ചാൽ നാട്ടിൽ ചെറുപഴയൊക്കെയാണ് എടുക്കാറ്. ഇവിടെ പിന്നെ ചെറുപഴം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു 2 റോബസ്റ്റ പഴമാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇടുന്നത്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൂരത്തിന് അല്ലാതെ വേറൊരു ദിവസം ഉണ്ടാക്കിയാൽ നമുക്ക് ഈ ഒരു രുചി കിട്ടുന്നില്ല. ഞാൻ ഇടയ്ക്ക് എനിക്കിങ്ങനെ തോന്നുമ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ സത്യമുള്ളൊരു കാര്യമാണ്, നമ്മൾ പറയാറില്ലേ, നമ്മൾ എങ്ങനത്തെ ഭക്ഷണം ഉണ്ടാക്കിയാലും ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സദ്യയുടെയൊക്കെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല എന്ന് പറയുന്ന പോലെയാണ് നമ്മളൊരു വിശേഷ ദിവസം ഉണ്ടാക്കുന്ന ഒരു ഫുഡിൻ്റെ ആ ഒരു ടേസ്റ്റ്. സെയിം ചേരുവൊക്കെ തന്നെ ആണെങ്കിലും നമ്മൾ ആ ഒരു സമയത്ത് ഉണ്ടാക്കുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് പിന്നെ വേറൊരു സമയത്ത് ഉണ്ടാക്കുമ്പോൾ കിട്ടാറില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ഫേവറേറ്റാണ്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ള വീടുകളിലൊക്കെ കുറച്ച് കൊണ്ടുപോയിട്ട് കൊടുക്കും. അതൊരു ചടങ്ങാണ്. കാരണം കുഞ്ഞുങ്ങളില്ല വീട്ടിൽ നിന്ന് പൂരക്കുഞ്ഞുങ്ങളില്ലാത്ത വീട്ടിലോട്ട് കൊണ്ടുപോയി കൊടുക്കണം എന്നൊക്കെ ഉള്ളത് ഒരു ചടങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോഴുള്ളവരും ചെയ്യാറുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇതിൽ നമ്മുടെ പച്ചരി വേവിച്ചു. ഉപ്പിടാതെയാണ് ആദ്യം വേവിച്ചത്. ആ ഉപ്പിടാതെ ആകുമ്പോഴേ നമുക്ക് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടും. ഉപ്പിടാതെ വേവിച്ചിട്ട് പിന്നെ അതിലോട്ട് ഞാൻ ഒരു 2 റോബസ്റ്റ പഴം കൂടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് പശുവിൻ പാലാണ്. പശുവിൻ പാലില്ലെങ്കിൽ തേങ്ങാപ്പാലാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് തേങ്ങാപ്പാലില്ലാത്തതുകൊണ്ട് തേങ്ങാപ്പാലാണ് മെയിനായിട്ട് വേണ്ടത്. തേങ്ങാപ്പാലില്ലാത്തതുകൊണ്ട് ഞാൻ പശുവിൻ പാല് ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം എന്ന് വെച്ചാൽ നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ പഴവും അതുപോലെ നമ്മുടെ പച്ചരിയൊക്കെ നന്നായിട്ട് ഉടച്ച് എടുത്താൽ നമ്മുടെ പൂരക്കഞ്ഞി റെഡിയായിരിക്കുന്നു. വേറെ ഒരു ഇതും ഇല്ല കേട്ടോ. വേറെ ഒന്നും ഇതിൽ ഒരു കടുകോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വറുത്തിടുകയോ ഒന്നും ചെയ്യുന്നില്ല. ഒരു വറവ് പോലും കഴിക്കാത്തതാണ്. പക്ഷെ കഴിക്കാൻ എന്തോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ആ പഴത്തിൻ്റെയൊക്കെ ആയിരിക്കും. പഴമൊക്കെ നന്നായിട്ട് വെന്ത് ഉടച്ച് എടുക്കുമ്പോൾ ഇത് തന്നെ മതി കേട്ടോ വിശപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട്. രാവിലെയാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ രാവിലെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ഇത് രാവിലെയും കഴിക്കും. പിന്നെ വൈകുന്നേരം ഒരു ചായയുടെ കൂടെയൊക്കെ കഴിക്കാനെടുക്കുമ്പോഴേക്ക് ഇത്തിരി കൂടെ അതൊരു തിക്ക് ഗ്രേവി ആയിട്ട് മാറും. പിന്നെ ഞാനിങ്ങനെ മണപ്പിച്ച് നോക്കുന്നത് വെച്ചാൽ നല്ലൊരു സ്മെല്ലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പഴത്തിൻ്റെ ആ ഒരു സ്മെല്ല്. അത് ഈ റോബസ്റ്റ പഴത്തിന് വരുന്നുണ്ടോ എന്നാണ്.
കാരണം ചെറിയൊരു സ്മെല്ല് കാരണം നമ്മൾ ഇതിൽ വേറൊന്നും ഇടുന്നില്ലല്ലോ. അപ്പം നമ്മുടെ പൂരം കഴിഞ്ഞിരിക്കുന്നേ.